അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മുകളിലത്തെ ഭംഗി ആസ്വദിച്ച ശേഷം ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന് താഴത്തേക്ക് പോവുകയാണ്. മുകളിൽ നിന്നും കുത്തിയൊലിച്ച് ചാലക്കുടി പുഴയിലേക്ക് പതിക്കുന്ന സ്ഥലമാണ് അവിടം. ശരിക്കും അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മുഴുവൻ ഭംഗിയും ആസ്വദിക്കണമെങ്കിൽ നമ്മൾ താഴത്തേക്ക് ഇറങ്ങണം. ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞവർ മുകളിലേക്ക് കയറി വരുന്നുണ്ട്. അത്യാവശ്യം തിരക്കുള്ള ദിവസമാണെന്ന് തോന്നുന്നു. വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടുതലാണ്. അങ്ങിങ്ങായി പാകിയ കരിങ്കല്ലുകളുടെ മുകളിലൂടെയുള്ള യാത്ര അത്ര സുഖകരമല്ല. 15 മിനിറ്റിൽ കൂടുതലെടുത്തു ഞങ്ങൾ താഴെ എത്താൻ. അതിമനോഹരമാണിവിടം. വെള്ളച്ചാട്ടം തൊട്ടടുത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം ഫാമിലികൾ അങ്ങിങ്ങായി അവിടെ നിൽപ്പുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ മുഴുവൻ ഭംഗിയും ആസ്വദിച്ച് ഞങ്ങൾ മെല്ലെ മുകളിലേക്ക് കയറി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള വലിയ വെള്ളച്ചാട്ടം കണ്ട സംതൃപ്തിയോടെ ഞങ്ങൾ അടുത്ത ടൂറിസ്റ്റ് സ്പോട്ട് ലക്ഷ്യമാക്കി നടന്നു.